LDFിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം? ക്ഷേമ പെൻഷൻ തുകകൾ 3000 രൂപ വർദ്ധിപ്പിക്കുന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരുപക്ഷെ UDF പറയുന്ന അതേ തുക തന്നെയാണ് എന്നുള്ളതാണ് കാര്യം. കേവല കാര്യം കേവല ദാരിദ്ര്യം നേരത്തെ അതിതീവ്ര ദാരിദ്ര്യമാണ് നിർമ്മാർജ്ജനം ചെയ്തത്. ഇത്തവണ വലിയ വർക്ക് എന്നൊരു പദ്ധതി, അത് വിശദാംശങ്ങൾ കുറിച്ച് പറയുന്നില്ല. അതേസമയം കണക്ട് പദ്ധതി നടപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലിശരഹിത വായ്പ ഇതിവിടെ പറയുന്നത് 1 രൂപയാണെന്ന് പറഞ്ഞാൽ ഇവിടെ അഭ്യസ്തവിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുന്നതാണ് മറ്റൊരു വാഗ്ദാനം. സ്ത്രീകളിൽ 50% ഇപ്പോൾ തൊഴിൽ എടുക്കാൻ കഴിയുന്ന സ്ത്രീകളിൽ 50% പേർക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന രീതിയിൽ ഒരു പദ്ധതി നടപ്പാക്കും. എല്ലാവർക്കും വീടുന്ന ആദ്യ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമാക്കും. ലൈഫ് പദ്ധതിയുടെ തുടർച്ച തരത്തിൽ പദ്ധതി നടപ്പാക്കിക്കൊണ്ട് എല്ലാവർക്കും വീടുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതാണ് മറ്റൊരു പദ്ധതി. ആരോഗ്യ ഇൻഷുറൻസ് ബന്ധപ്പെട്ടും ചില പ്രഖ്യാപനമുണ്ട്. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി കാസ്പ് അതിന്റെ പരിധി ഇപ്പോൾ 5 ലക്ഷം രൂപയാണ് ചികിത്സാ ചെലവിന്റെ പരിധി. അത് പരിധി ലിമിറ്റ് ലെസ് ആക്കും. അത് എത്ര രൂപയാണെങ്കിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ രൂപയാണെങ്കിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് കാർഡ് പ്രകാരമുള്ളവർക്ക് ചികിത്സ ലഭിക്കും. മറ്റൊന്ന് ഇൻഷുറൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് കാസ്പോ അല്ലെങ്കിൽ കാരുണ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് വേണ്ടി പുതിയൊരു ഇൻഷുറൻസ് പദ്ധതി കൂടി നടപ്പാക്കും. പിന്നെ കേന്ദ്രം എയിംസ് അനുവദിച്ചില്ലെങ്കിൽ അത് കേരളത്തിൽ മികച്ചൊരു മെഡിക്കൽ ഗവേഷണ കേന്ദ്രം നടപ്പും. അത് പൊതു സഹകരണത്തോടുകൂടി കേന്ദ്രീയ ജനകീയ വിഭവ സമാഹരണത്തിന്റെ സഹകരണത്തോടുകൂടി നടപ്പാക്കുന്നതാണ് മറ്റൊരു കാര്യം. പിന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തടയാൻ വേണ്ടി പ്രത്യേക സ്ഥാപനങ്ങൾ സർക്കാർ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ആർത്തവ അവധി നടപ്പാക്കും തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. വാട്ടർ മെട്രോ ആലപ്പുഴ, കൊല്ലം, അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ മേഖല കൂടി വ്യാപിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ നടപ്പാക്കും. പക്ഷേ പഴയ വാഗ്ദാനങ്ങൾ എന്ന് പറയേണ്ടി വരുന്നാൽ പോലും അതുണ്ട്. സർക്കാർ ജീവനക്കാരെ അഷ്വേർഡ് പെൻഷൻസ് പദ്ധതി ഇപ്പോൾ കോൺട്രിബ്യൂട്ടറിയാണ് അഷ്വേർഡ്. അതിന്റെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം വളരെ ഒരു കൗതുകമുള്ള കാര്യം വെച്ചാൽ മീഡിയ മോണിറ്ററിങ്ങിനും ഫാക്ട് ചെക്കിനും സ്വതന്ത്രമായ ഒരു സംവിധാനം രൂപം നൽകും. ബദൽ മാധ്യമങ്ങൾക്ക് പിന്തുണ നൽകും തുടങ്ങിയ പ്രകടന പത്രികയുടെ ഭാഗമാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരുപക്ഷെ ക്ഷേമ പെൻഷൻ അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സുരക്ഷ, അതോടൊപ്പം തന്നെ വീട് തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ്. 60 പദ്ധതികൾ പ്രത്യേകമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശദാംശങ്ങളിലും കൗതുകകരമായ കാര്യം മീഡിയ മോണിറ്ററിങ്ങിന് സർക്കാർ തലത്തിൽ സംവിധാനം കൊണ്ടുവരുമെന്നാണോ ഈ കേന്ദ്രത്തിൽ മോദി സർക്കാർ ആലോചിച്ചതുപോലെ? സ്വതന്ത്രമായ സംവിധാനം എന്നാണ് എഴുതിയിരിക്കുന്നത്. മീഡിയ മോണിറ്ററിങ്ങിനും ഫാക്ട് ചെക്കിങ്ങിനും സ്വതന്ത്രമായ ഒരു സംവിധാനം പ്രാദേശിക ചാനൽ മാധ്യമങ്ങൾ സ്വതന്ത്രമായ സംവിധാനം സ്വാഭാവികമായിട്ടും സർക്കാർ രൂപപ്പെടുത്തി സർക്കാരിന്റെ കൂടി ഒരു മുൻകൈ വരുന്ന സ്വതന്ത്ര സ്ഥാപനം. അത് എന്താണ് പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് വന്നത് എന്നതിനെ കുറിച്ചൊരു കൗതുകം തന്നെയാണ് എന്തായാലും ഉള്ളത്. അതുകൂടി ഉൾപ്പെടുന്നതാണ് LDFിന്റെ ഇപ്പോൾ പ്രകാശനം ചെയ്ത പ്രകടന പത്രിക. സ്ത്രീകൾക്ക് വളരെ വലിയ ഊന്നൽ നൽകിക്കൊണ്ട് കരുതൽ നൽകിക്കൊണ്ടുള്ള LDF സർക്കാരിന്റെ പ്രകടന പത്രികയാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം അഷ്വേർഡ് പെൻഷൻ ഒരു നിശ്ചിത തുക ഉറപ്പാക്കുന്ന രീതിയിലുള്ള പെൻഷൻ സംവിധാനം എന്നുള്ളത് LDFിന്റെ പ്രകടന പത്രികയിൽ വന്നിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ആരോഗ്യ മേഖലയിൽ പരിധിയില്ലാത്ത എത്ര രൂപ വന്നാലും അതിന് എത്ര ബില്ലായാലും അതിന് യാതൊരു പരിധിയുമില്ലാതെയുള്ള സർക്കാർ ഫണ്ട് വഴി അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന ഒരു വ്യാഖ്യാനം കൂടി വരുന്നു.